കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം രേണു സുധിയുടെ വീടിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളായിരുന്നു. അവർക്ക് പുതിയതായി വെച്ച് നൽകിയ വീടിന് ചോർച്ചയുണ്ടെന്നും വീട് പൂട്ടി വാടകയ്ക്ക് പോകുകയാണെന്നും രേണു സുധി പറഞ്ഞിരുന്നു. തുടർന്ന് രേണുവിനെതിരെ വീട് വെച്ച് നൽകിയ സംഘടനയുടെ അധികൃതരും വീട് വെച്ച് നൽകാൻ സ്ഥലം നൽകിയ ബിഷപ്പും രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ വീട്ടിലെ ചോർച്ചയെപ്പറ്റി സംസാരിച്ചിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം ജിഷിൻ. ജിഷിൻ തന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വീടിന്റെ ജനലടയ്ക്കാത്തതിനെ തുടർന്ന് വീട്ടിലേക്ക് കാറ്റത്ത് എറിച്ചിലടിച്ച് അകത്തേക്ക് വെള്ളം കയറിയത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തുടർന്ന് തമാശ രൂപേണ ചൂടായിക്കൊണ്ട് "നീ എന്താണ് ഈ ജനലടയ്ക്കാത്ത എന്താടി? രേണുസുധിയുടെ വീടാക്കുമോ നീ? ഫുൾ ചോർച്ചയാണല്ലോ വീട്ടിൽ ഷോ" എന്ന് പറഞ്ഞ് വീടിന്റെ ജനൽ അടച്ചിട്ട് പോകുകയാണ് ജിഷിൻ ചെയ്യുന്നത്. രേണുസുധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിവാദത്തിനിടെയാണ് ജിഷിൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. "ഞങ്ങളുടെ വീട്ടിൽ ചോർച്ച ഗൈസ്, ഞങ്ങൾ ആരോട് പരാതി പറയും" എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി ആളുകളാണ് വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിരിക്കുന്നത്. "മീഡിയയെ വിളിക്കൂ, ഇന്റർവ്യൂ കൊടുക്കൂ, ഒരു 10 മീഡിയയായിട്ട് വരട്ടെ" എന്നിങ്ങനെയാണ് കമന്റുകൾ പോകുന്നത്. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ താരമാണ് നടൻ ജിഷിൻ മോഹൻ. പലപ്പോഴും പല തുറന്നുപറച്ചിലുകളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും താരം ആരാധകരുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അടുത്തിടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ചില തുറന്നുപറച്ചിലുകൾ നടത്തിയതും ജിഷിൻ വാർത്താക്കോളങ്ങളിൽ ഇടം പിടിച്ചു. നടി വരദയുമായുള്ള വിവാഹമോചനം മുതൽ നടി അമേയ നായർ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വരെ ജിഷിൻ തുറന്നു പറഞ്ഞിരുന്നു. പ്രണയദിനത്തിലാണ് ജിഷിന്റെയും അമേയുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞത്. നടി വരദയാണ് ജിഷിൻ മോഹന്റെ ആദ്യ ഭാര്യ. ഈ ബന്ധത്തിൽ ഇരുവർക്കും ഒരു മകനുണ്ട്. ഇരുവരും 3 വർഷം മുൻപ് വിവാഹമോചിതരായി. അമേയുടേതും 2ാം വിവാഹമാണ്. ഈ ബന്ധത്തിൽ അമേയ്ക്ക് 2 മക്കളുണ്ട്. കഴിഞ്ഞ 1 വർഷത്തോളമായി ജിഷിൻ മോഹൻ അമേയ നായർ ബന്ധത്തെക്കുറിച്ച് പല തരത്തിലുള്ള ഗോസിപ്പുകൾ വന്നിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും താഴെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളായിരുന്നു കൂടുതലും കണ്ടിരുന്നത്. അമേയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ആത്മബന്ധം അമേയുമായി ഉണ്ട് എന്നാണ് ജിഷിൻ അന്ന് മറുപടി പറഞ്ഞിട്ടുള്ളത്. വിവാഹമോചനത്തിനു ശേഷം താൻ നിരോധിക്കപ്പെട്ട ലഹരി വരെ ഉപയോഗിച്ചിരുന്നെന്നും അതിൽ നിന്നുള്ള മോചനത്തിനും കാരണക്കാരിയാണ് പുതിയ കൂട്ടുകാരി അമേയ എന്നുമാണ് ജിഷിൻ അന്ന് പറഞ്ഞത്. "നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് അമേയ. ക്ഷമാശീലം സമ്മതിക്കണം. തന്നെ സഹിക്കുക എന്നത് പാടാണെന്നും 2 പേരും പരസ്പരം മനസ്സിലാക്കുന്നവരാണെന്നും ജിഷിൻ മോഹൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ വിവാഹമോചനത്തിന് കാരണം അമേയ അല്ലെന്നും ജിഷിൻ പറഞ്ഞു. അമേയെ പരിചയപ്പെട്ടിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. 3 വർഷം മുൻപാണ് താൻ വിവാഹമോചനം നേടിയതെന്നും നടൻ ചൂണ്ടിക്കാട്ടി. അമേയെക്കുറിച്ച് ജിഷിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: "ഇപ്പോൾ 2 പേരും ഒന്നിച്ചാണ് താമസിക്കുന്നത്. തങ്ങൾ 2 പേരും ഡേറ്റിംഗിലാണെന്നും അത് തുറന്നു പറയാൻ പ്രയാസമില്ലെന്നും അമേയും പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് 2 പേരും. റിലേഷൻ എന്താണെന്ന് ആദ്യമൊന്നും വ്യക്തമല്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി കൂടെ നിൽക്കാമെന്ന് തോന്നിയതിനു ശേഷമാണ് ഈ തീരുമാനത്തിലെത്തിയതെന്നും ഇരുവരും അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്." കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.